ഏതൊരു വീടിന്റെയും ഓരോ ദിക്കുകളും വളരെ സൗഭാഗ്യ ദിക്കുകളായിട്ടാണ് ഫുങ്ഷയിൽ കണക്കാക്കപ്പെടുന്നത്. ഇതിൽ ഏതൊരു ഭാഗത്ത് ടോയ്ലറ്റ് വന്നാലും ആ ദിക്കിന്റെ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ ടോയ്ലറ്റ് പണിയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നല്ലൊരു കൺസൾട്ടന്റിനെ കാണിച്ചിട്ട് വേണം ടോയ്ലറ്റ് പണിയാൻ. ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ഒരു 45 ഡിഗ്രിക്കകത്തോ, വടക്ക് കിഴക്ക് എന്ന് പറയുന്ന ഒരു 45 ഡിഗ്രിക്കകത്തോ, തെക്ക് കിഴക്ക് എന്ന് പറയുന്ന ഒരു 45 ഡിഗ്രിക്കകത്തോ, ഈ 3 സ്ഥലങ്ങളിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല. തെക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് വന്നാൽ അത് സ്ത്രീയെ ബാധിക്കും. വടക്ക് കിഴക്ക് ടോയ്ലറ്റ് വന്നാൽ വീടിന്റെ മൊത്തത്തിലുള്ള സൗഭാഗ്യത്തെ ബാധിക്കും. തെക്ക് കിഴക്ക് ടോയ്ലറ്റ് വരികയാണെങ്കിൽ വീട്ടിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സൂത്രത്തിലും ടോയ്ലറ്റ് കയറാതെ നോക്കണം. അതായത് കിഴക്ക് പടിഞ്ഞാറ് വരുന്ന ബ്രഹ്മസൂത്രം, തെക്ക് വടക്ക് വരുന്ന യമസൂത്രം, ഈ 2 സൂത്രങ്ങളിലും ടോയ്ലറ്റ് വരാതെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ടോയ്ലറ്റിൽ ക്ലോസറ്റ് വെക്കുന്നത് ഒന്നുകിൽ വടക്കോട്ടോ അല്ലെങ്കിൽ തെക്കോട്ടോ നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം ടോയ്ലറ്റിനകത്ത് ക്ലോസറ്റ് പണിയേണ്ടത്. തോട്ടിലേക്ക് 2 കമ്പും നാട്ടി ചുറ്റും ഓലക്കീറും കെട്ടിമറിച്ച് ഒരു പുട്ടുകുടത്തിൽ വെള്ളവും കൊണ്ടുപോയി കാര്യം സാധിച്ചുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ ക്ലോസറ്റിന്റെ സ്ഥാനം പ്രശ്നമാണ് പോലും. അപ്പിടാൻ പോകുന്നതിന് പണ്ടൊക്കെ പറഞ്ഞിരുന്നത് പോലും പറമ്പിൽ പോവുക, വെളിക്കിരിക്കുക എന്നൊക്കെയായിരുന്നു. തോടിന്റെ വക്കത്തിരുന്നും കാര്യം സാധിക്കുമായിരുന്നു. തോട്ട് വക്കത്തിരിക്കുക എന്നായിരുന്നു ആ ഇരിപ്പിന് പറഞ്ഞിരുന്നത് തന്നെ. അതുമല്ല, വീടിന്റെ 7 അയലത്ത് പോലും ഒരു കക്കൂസ് ഉണ്ടാക്കാൻ ആരും സമ്മതിച്ചിരുന്നില്ല. എത്ര ദൂരെ ഉണ്ടാക്കാമോ അത്രയും ദൂരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. എന്റെ അഭിപ്രായത്തിൽ ഇതേ ഇങ്ങനൊരു മോഡൽ കക്കൂസാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ഇങ്ങനൊരു കക്കൂസ് വെച്ചാലേ ഇവന്മാർ പറയുന്ന ഈ ദിശയൊക്കെ അങ്ങോട്ട് റെഡിയായി വരത്തുള്ളൂ.